നോഹയും പെട്ടകവും നമുക്കേവർക്കും വളരെ പരിചിതമാണ്. നോഹയുടെ മുത്തച്ഛൻ മെഥൂശലേഹ്. അദ്ദേഹം മറ്റാരേക്കാളും കൂടുതൽ കാലം ജീവിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛൻ ഹാനോക്കായിരുന്നു മരണം കാണാതെ എടുക്കപ്പെട്ടവൻ. നോഹയുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ടായിരുന്നു. ജലപ്രളയത്തിന് മുമ്പ് അവർ മൂവരും വിവാഹിതരായി. ജലപ്രളയത്തിന് മുമ്പുള്ള കാലഘട്ടം മനസാക്ഷിയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു. നോഹയുടെ കാലത്തെ ലോകത്തിന്റെ അവസ്ഥ ദുഷ്ടവും പൈശാചികവുമായിരുന്നു. പാപത്തിനെതിരെ യാതൊരു നിയന്ത്രണവുമില്ലായിരുന്നു. തൽഫലമായി ആളുകൾ സ്വന്തം ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നിയത് പ്രവർത്തിച്ചു. മനുഷ്യർ പൊതുവെ ദുഷ്ടതയിൽ ജീവിക്കുകയും ദൈവത്തിനെതിരെ മത്സരിക്കുകയും ചെയ്തു. മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകളും അതിന്റെ പ്രേരക ശക്തികളും എപ്പോഴും ദുഷ്ടമായിരുന്നു. പാപത്തിൽ നിന്ന് ഒരു വിടുതലും ഉണ്ടായിരുന്നില്ല. ലോകം ദുഷ്ടമായിരുന്നു, ക്രൂരമായിരുന്നു. ഈ ദുഷ്ടലോകത്തിൽ നീതിപൂർവം ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. താൻ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് ദൈവം ദുഃഖിച്ചു. മനുഷ്യനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഒരു പെട്ടകമുണ്ടാക്കുവാൻ ദൈവിക കൽപ്പന ലഭിച്ച നോഹ അത് വിശ്വസിച്ചു. ദൈവം പറഞ്ഞതൊക്കെയും നോഹ ചെയ്തു. ഗോഫർ മരം കൊണ്ട് 3 തട്ടുകളായി പണിത പെട്ടകത്തിൽ തന്റെ ഭാര്യയെയും മക്കളെയും അവരുടെ ഭാര്യമാരെയും കയറ്റി. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും ജീവരക്ഷയ്ക്കായി ഈരണ്ടായി പെട്ടകത്തിനകത്ത് കടന്നു. എല്ലാവർക്കും ആവശ്യമുള്ള ആഹാരം സംഗ്രഹിച്ചു വെക്കുക എന്നത് വളരെ ഭാരിച്ച ചുമതലയായിരുന്നു. എന്തൊക്കെ വിശദാംശങ്ങൾ ദൈവം നൽകിയോ അതൊക്കെ ശ്രദ്ധയോടെ നോഹ ചെയ്തു. നോഹയുടെ 600-ാം വയസ്സിൽ ജലപ്രളയമുണ്ടായി. ആഴിയുടെ ഉറവുകൾ ആകാശത്തിന്റെ കിളിവാതിലുകളൊക്കെ തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടുപ്പിച്ചു. വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ഭൂമി ഉണങ്ങിയതിനു ശേഷം ദൈവം നോഹയോടെ ഭാര്യയെയും മക്കളെയും കൂട്ടി പുറത്തിറങ്ങുവാൻ പറഞ്ഞു. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഹോമയാഗം അർപ്പിച്ചു. ദൈവം നോഹയെയും പുത്രന്മാരെയും സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവാൻ അനുഗ്രഹിച്ചു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് നോഹയാണ്. എബ്രായർ 11:7 വിശ്വാസത്തിന്റെ വീരന്മാരിൽ ഒരാളായി നോഹയെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ദുഷ്ടത നിറഞ്ഞ ലോകത്ത് നീതിമാനായി വിളിക്കപ്പെട്ട നോഹ. നോഹയെപ്പോലെ ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.